ഹരിമാർ സാർ നമസ്കാരം. നമസ്തേ. എല്ലാം വൈദ്യുതിവൽക്കരിക്കുക, ഇലക്ട്രിഫിക്കേഷനിലേക്ക് പാഞ്ഞടുക്കുകയാണ് യഥാർത്ഥത്തിൽ ലോകം. അവിടെ എവിടെയാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നൊരു ചോദ്യം ഏറെ നാളുകളായിട്ട് നമുക്ക് ഉയർന്നു കേൾക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ അതിനിപ്പോൾ ഒരു ഉത്തരം ലഭിക്കുകയാണോ? വളരെ നിർണായകമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് വലിയ വലിയ മാറ്റങ്ങളിലേക്ക്, കുതിപ്പുകളിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുക? ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ലോകം മുഴുവൻ ഈ ഫോസിൽ ഫ്യൂവലുകൾ, അതായത് പെട്രോളിയം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇന്ധനങ്ങൾ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ, പെട്രോൾ, അതുപോലെ കെറോസിൻ, മണ്ണെണ്ണ, പിന്നെ LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ഇത്തരം ഉൽപ്പന്നങ്ങളിൽ നിന്നും മാറിയിട്ട് ഓൾട്ടർനേറ്റീവ് എനർജി ആ മേഖലയിലേക്ക് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് ലോകം എമ്പാടും ഇലക്ട്രിക് കാറുകൾ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ അത് ഇപ്പൊ നമ്മുടെ ചുറ്റും തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. ഇലക്ട്രിക് സ്കൂട്ടറുകൾ കേരളത്തില് ഇന്ത്യയിലെ ഏറ്റവും അധികം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഇന്നും ഒരുപാട് പരിമിതികളുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ബാറ്ററിയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ പെട്രോള് അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളിൽ ഒഴിച്ച് വാഹനങ്ങളുടെ ഇന്ധനമാക്കുന്നത് പോലെ തന്നെ ഈ ബാറ്ററി ചാർജ് ചെയ്തിട്ടാണ് ആ ഇന്ധനം, അതിൽ നിന്നുള്ള ഊർജ ഔട്ട്പുട്ട് കൊണ്ടാണ് ഈ വാഹനങ്ങൾ ഓടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നത്, നമ്മൾ ചാർജ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെയാണ് ലാപ്ടോപ്പ് പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളും, അത് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് യാനങ്ങൾ പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിഥിയം അയോൺ ബാറ്ററി. ആ ലിഥിയം അയോൺ ബാറ്ററി വലിയ ചിലവേറിയതാണ്. അത് ചാർജ് ചെയ്യാൻ സമയമെടുക്കും. അത് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പലയിടത്തും ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെക്കാൾ ചെലവ് കുറഞ്ഞ, കുറച്ചുകൂടെ സുരക്ഷിതമായിട്ടുള്ള, കുറച്ചുകൂടെ വേഗത്തിൽ ചാർജ് ചെയ്യുന്ന ഒരു ബാറ്ററിക്കായിട്ടുള്ള ശ്രമം ലോകമെമ്പാടും ഊർജിതമായിട്ട് നടക്കുന്നു. ആ ശ്രമത്തിലെ ഒരു ചരിത്രപരമായ മുന്നേറ്റമാണ് ഈ അടുത്ത ദിവസം ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB അതിന്റെ പ്രസ് റിലീസ് ഇറക്കുകയും ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തിൽ വരികയും ചെയ്തു. അതായത് ഇന്ത്യ ഒരു പുതിയ ബാറ്ററി വിപണിയിൽ ഇറക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിന്റെ പരീക്ഷണങ്ങൾ മിക്കവാറും പൂർത്തിയായി. അത് സോഡിയം അയോൺ ബാറ്ററി എന്നാണ് ആ ബാറ്ററിയുടെ പേര്. ലീഥിയം എന്ന മെറ്റലിന് പകരം സോഡിയമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലവേറിയ ലീഥിയം ആവശ്യമില്ല, ചിലവ് കുറഞ്ഞ സോഡിയം. നമുക്കറിയാം, സോഡിയം ക്ലോറൈഡ് അതിലെ പ്രധാന മൂലകമാണ് സോഡിയം. അങ്ങനെയുള്ള ആ സോഡിയം ഉപയോഗിച്ച് ഉള്ള ബാറ്ററി നമ്മൾ വിറക്കാൻ എല്ലാ രീതിയിലും തയ്യാറെടുക്കുന്നു. ഈ ബാറ്ററി, ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ആണ്. അതിനിട്ടിരിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ബാറ്ററി എന്നാണ് ആ പേര്. അതായത് ഈ ബാറ്ററി കപ്പാസിറ്റിയുടെ 80%. ലീഥിയത്തിൽ നിന്ന് ഈ ബാറ്ററി എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് നിർത്തുന്നത്? എന്താണ് ഘടകങ്ങൾ? ലീഥിയം അല്ല ഇതിന്. അതായത് ഇതിന് ഉപയോഗിക്കുന്ന സോഡിയമാണ് ലീഥിയത്തിന് പകരം. മനസ്സിലായോ? ലീഥിയം അതിൽ ഉപയോഗിക്കുന്നതേ ഇല്ല, സോഡിയമാണ് ഉപയോഗിക്കുന്നത്. അതായത് ആനോഡ് ബാറ്ററിക്ക് നമുക്കറിയാം, ആനോഡ് കാഥോഡ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലൂടെ ആണല്ലോ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചാർജുകളും അത് ഇലക്ട്രിക് ഫ്ലോയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോ അതിലെ ഒരു പുതിയ വസ്തു കൊണ്ടാണ് അതില് ഈ ആനോഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ കാഥോഡ് ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ ലീഥിയത്തിന്റെ ആവശ്യമില്ല. അത് കാരണം തന്നെ സ്വാഭാവികമായിട്ടും ഈ ബാറ്ററിയുടെ ചെലവ് കുറഞ്ഞിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അതായത് വെറും 6 മിനിറ്റ് കൊണ്ട് ഈ ബാറ്ററിയുടെ 80% ചാർജ് ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ സുരക്ഷിതമാണ്. ലീഥിയം അയോൺ ബാറ്ററിയേക്കാൾ സുരക്ഷിതമാണ്.
ആ, അതുപോലെ ചെലവ് കുറഞ്ഞതാണ്. അതുപോലെ 3000 തവണ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മോഡല് അനുസരിച്ചിട്ട് 3000 തവണ അത് ചാർജ് ചെയ്യാൻ പറ്റും. ഉം. അപ്പൊ അതിൽ 3000 സൈക്കിൾസ്, 3000 സൈക്കിൾസ് ചാർജിങ് സൈക്കിൾസിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത് ദീർഘനാൾ നിലനിൽക്കും. അതുപോലെ ഇതിന്റെ ചെലവ് കുറവാണ്. അതുപോലെ ഈ ബാറ്ററി താരതമ്യേന ലിഥിയം അയൺ ബാറ്ററിയെ അപേക്ഷിച്ചിട്ട് അപകടരഹിതമാണ്. പിന്നെ അപ്പോൾ മറ്റു ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്ത്യ മാത്രമാണോ ഈ രംഗത്ത് ഇങ്ങനെ ഒരു ലിഥിയം അയോൺ ബാറ്ററിക്ക് ഒരു ബദൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരാം. അതിന് വളരെ കൃത്യമായ ഒരു മറുപടി ഉണ്ട്. അതായത് ഇന്ത്യ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ഇത് മാർക്കറ്റിൽ ഇറക്കുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു വേഗതയിലുള്ള ചാർജിങ്ങോ അതുപോലെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇത് വളരെ സുരക്ഷിതമായിട്ടുള്ള മോഡലാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടില്ല. ആ വിശദാംശങ്ങൾ ഇനിയും ചില പരീക്ഷണങ്ങൾ ഇവിടെ നടത്താനുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു 90% പരീക്ഷണങ്ങളെല്ലാം വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഇനി കമേഴ്സ്യൽ പ്രൊഡക്ഷനിലേക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ യുദ്ധ ഡ്രോണുകൾ അത്തരം ഇതിലേക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമോ? തീർച്ചയായിട്ടും. അതായത് ഏതൊക്കെ മേഖലകളിലാണ് ലിഥിയം അയോൺ ബാറ്ററി ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്? അതായത് കാറാകാം, വീട്ടിലെ നമ്മുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി സ്റ്റോർ ചെയ്യുന്നതിലാവാം, അതല്ലെങ്കിൽ നമ്മുടെ മറ്റു ഉപകരണങ്ങളിലേക്കുള്ള വൈദ്യുതി സ്റ്റോർ ചെയ്യുന്നതിനാവും. ഏതൊക്കെ മേഖലയിൽ, ഡ്രോൺ ഉൾപ്പെടെയുള്ള ഏതൊക്കെ മേഖലയിൽ ലിഥിയം അയോൺ ബാറ്ററി ഇന്ന് ഉപയോഗിക്കുന്നുണ്ടോ ആ മേഖല ഒക്കെ തന്നെ ഈ സോഡിയം അയോൺ ബാറ്ററിയും ഉപയോഗിക്കാം. ഇതുവരെ ഈ സോഡിയം അയോൺ ബാറ്ററിക്ക് ഉണ്ടായിരുന്ന ഒരു പരിമിതി അതിൻ്റെ വലിപ്പം കൂടുതലായിരുന്നു. അപ്പോ ഇത്രയും അധികം പ്രയോജനമുള്ള സോഡിയം അയോൺ ബാറ്ററി എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ വ്യാപകമാകാതിരുന്നത്? എന്തുകൊണ്ടാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം നടത്താതിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മളിപ്പം നമ്മുടെ ഈ സംഭാഷണം കേൾക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകാം. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ബാറ്ററിയിൽ ചെയ്യുന്നത് ഊർജം സ്റ്റോർ ചെയ്ത് സംഭരിച്ചു വെക്കുകയാണല്ലോ ബാറ്ററികൾ ചെയ്യുന്നത്. പിന്നീട് ആവശ്യത്തിന് ഔട്ട്പുട്ട് തരികയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ സോഡിയം ലിഥിയം അയോൺ ആണെങ്കിലും മറ്റെന്തെല്ലാം ബാറ്ററി ആണെങ്കിലും കെമിക്കൽ ബാറ്ററികളൊക്കെ ആണെങ്കിലും അത് ചെയ്യുന്നത് നമ്മൾ ഒരിക്കൽ ഊർജം അത് സംഭരിച്ചിട്ട് അത് പിന്നെ പുറത്തു വിടുകയാണ്. അപ്പം ഈ ഹൈഡ്രജൻ അയോൺ ബാറ്ററിയുടെ ഒരു പരിമിതി ആയിട്ട് പറയുന്നത് അതിന്റെ വലിപ്പം, ഒരു നിശ്ചിത വലിപ്പത്തിലുള്ള ഹൈഡ്രജൻ അയോണും അതുപോലെ ലിഥിയം അയോൺ ബാറ്ററി ഇവ തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ കൂടുതൽ ഊർജം ശേഖരിച്ച് വെക്കാനുള്ള കഴിവ് ലിഥിയം അയോൺ ബാറ്ററിക്കാണ് ഇപ്പോഴുള്ളത്, ഹൈഡ്രജൻ അയോൺ ബാറ്ററിക്കല്ല. അപ്പോൾ ഹൈഡ്രജൻ അയോൺ ബാറ്ററികളും ഭീമാകാരവും വളരെ വലിപ്പവും ഉള്ളതാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കാരണമാണ് അവയ്ക്ക് വലിയൊരു ജനപ്രിയത, അല്ലെങ്കിൽ അവ മാർക്കറ്റിൽ വളരെയധികം ചെലവാകാതെ. ഇപ്പോൾ ഇന്ത്യ കണ്ടുപിടിച്ചിരിക്കുന്ന ബാറ്ററി ആ പരിമിതികളെ നമ്മുടെ ആത്മനിർഭർ ഭാരത്, അതായത് സെൽഫ് റിലയന്റ് ആവുക, സ്വയം പര്യാപ്തമാവുക എന്നുള്ളത് ഇന്ത്യയുടെ വലിയൊരു ലക്ഷ്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആത്മനിർഭർ ഭാരത് പോലുള്ള മിഷനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒരു പൊൻതൂവലായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തത്തെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സാർ, ഇതിലൊരു ചോദ്യം ഇരിക്കുന്നത്, ഈ സോഡിയം എന്ന് പറയുന്നത് ചീപ്പായിട്ടാണ് അവൈലബിൾ, അതോടൊപ്പം തന്നെ ഒരുപാട് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു സംഗതി കൂടിയാണെന്ന് അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. നേരെ മറിച്ച് ഈ ലിഥിയം എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ 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 അതെ. ഈ ലിഥിയം ലോകത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 8-ൽ താഴെ രാജ്യങ്ങളിൽ മാത്രമാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ലിഥിയം ഖനനം ചെയ്യുന്നത്. അത് മുഖ്യമായിട്ടും അത് ഖനനം ചെയ്യുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ചൈന. അപ്പോൾ ചൈനയ്ക്ക് വേണമെങ്കിൽ ലോക മാർക്കറ്റിൽ ലിഥിയത്തിന്റെ അവൈലബിലിറ്റി കുറയ്ക്കാം,
ചൈന ഓൾറെഡി അങ്ങനെ ചെയ്യുന്നുണ്ട്. അമേരിക്കയുമായിട്ടുള്ള ഈ വ്യാപാര യുദ്ധത്തിൽ ചൈന അത് വലിയ ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഭീഷണി കൊടുത്തിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലീഥിയം മാർക്കറ്റിനെ ചൈന നിയന്ത്രിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതിനെ മറികടക്കും. ഇപ്പോൾ നമ്മുടെ ഈ സോഡിയം അയോൺ ബാറ്ററി നമ്മൾ വിജയകരമായിട്ട് അത് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതോടുകൂടി ഈ ചില രാഷ്ട്രങ്ങളുടെ കുത്തക ലീഥിയം കൈവശം വെച്ചുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനും അവരെ വരുതിക്ക് കൊണ്ടുവരുവാനുള്ള ചൈന പോലുള്ള രാജ്യങ്ങളുടെ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം അത് ഇനിയിപ്പോ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. അതിനാൽ തന്നെ പക്ഷെ അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ മാർക്കറ്റിലേക്ക് വന്ന് അതിന്റെ അവൈലബിലിറ്റി ഒക്കെ വർദ്ധിച്ചാൽ മാത്രമല്ലേ നമുക്ക് അതിന്റെ ഒരു യഥാർത്ഥ ഉപയോഗം രാജ്യത്തിൽ പ്രകടമാവുകയുള്ളൂ. അല്ല, അത് ഗൗതം പറയുന്നത് ശരിയാണ്. നമ്മളിപ്പോ എല്ലാ കണ്ടുപിടുത്തങ്ങളും ലബോറട്ടറികളിലോ അല്ലെങ്കിൽ മറ്റ് ഗവേഷണശാലകളിലോ ഉള്ള കണ്ടുപിടുത്തം അത് കമേഴ്ഷ്യലി ചെയ്യണമെങ്കിൽ ഈ ടെക്നോളജി എത്രമാത്രം നമുക്ക് കമേഴ്ഷ്യലി വയബിൾ ആണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ നമ്മൾ ഇതുവരെ ഞാൻ വായിച്ച അല്ലെങ്കിൽ സർക്കാരിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു അവകാശവാദം ഇത് എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളെയും അതിജീവിച്ച് കഴിഞ്ഞു. ഇനി അന്തിമഘട്ടത്തിൽ സ്വകാര്യ മേഖലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷണം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ, അത് വിജയിക്കുമെന്നുള്ളതിൽ സർക്കാരിന് സംശയമൊന്നുമില്ല. അതുകൂടെ കഴിഞ്ഞാൽ ഇത് വിജയകരമായിട്ട് ഇതിന്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലൈസൻസ് നിരവധി സ്വകാര്യ കമ്പനികൾ അത് ആവശ്യപ്പെടും. അതോടുകൂടി തന്നെ ഇവ മാർക്കറ്റിൽ വളരെ സുലഭമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആവും. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു സൈസാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സമയപരിമിതി മൂലം നമുക്ക് അവിടെ നിർത്താം. അതായത് ഇതിന്റെ ഒരു ഭീമാകരമായ ഒരു വലിപ്പം, എന്നാൽ വലിപ്പത്തിനനുസരിച്ച് ഔട്ട്പുട്ട് അതായത് വൈദ്യുതി ഉത്പാദിക്കാൻ അതിന് കഴിയുന്നില്ല. അതായിരുന്നു ഇതുവരെയുള്ള പ്രശ്നം. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ പുതിയ കണ്ടുപിടുത്തം ആ പരിമിതികളെയൊക്കെ മറികടക്കാനും അതുപോലെ തന്നെ നമുക്ക് വളരെയധികം കമേഴ്ഷ്യലി വയബിളുമായിരിക്കും ഇതെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. മാത്രമല്ല ഒരു വസ്തുതയും കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ പറയാം. അതായത് ലീഥിയം അയോൺ ബാറ്ററികൾ പലപ്പോഴും അത് ഉപയോഗത്തിന് ശേഷം നശിപ്പിക്കുമ്പോൾ അത് പരിസ്ഥിതിക്ക് ദോഷകരമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അക്കാര്യത്തിലും സോഡിയം അയോൺ ബാറ്ററികൾ കുറച്ചുകൂടി പരിസ്ഥിതിക്ക് ദോഷമില്ലാത്തതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും പണത്തിന്റെ അതായത് ചെലവ് കൊണ്ടും അതുപോലെ വേഗത്തിലുള്ള ചാർജിങ് കൊണ്ടും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനാണെങ്കിലും അതുപോലെ സുരക്ഷിതത്വത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും ഇത് മികച്ചതാണെന്നുള്ളതാണ് സർക്കാരിന്റെ ഔദ്യോഗിക പ്രസ് റിലീസ് അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. നമുക്ക് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നവരെ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും സാർ. എന്തായാലും ആത്മനിർഭർ ഭാരത്തിന് സ്വയം പര്യാപ്തത നേടുന്ന ഭാരതത്തിന് ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് സാറ് പറയുന്ന പോലെ തന്നെ വലിയ കമേഴ്ഷ്യലി അതിന് വലിയ വയബിലിറ്റിയും സാധ്യതകളും ഒക്കെ ലഭിക്കട്ടെ. രാജ്യത്തുള്ള എല്ലാവർക്കും അതിൻ്റെ ഉപയോഗം സാധ്യമാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ സന്തോഷകരമായ ഒരു നിമിഷത്തിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. എന്തായാലും ഈ ചർച്ചയിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദി സാർ.